ഗൈസ് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ചാർമിനാറിലാണ്. നെക്സ്റ്റ് പ്ലാനിങ് എന്താണ് പറ? നെക്സ്റ്റ് നമ്മൾ റൂമിന് പാത്രം മേടിക്കണം. പാത്രം വാങ്ങുന്ന പരിപാടിക്ക് രാവിലെ. Hello guys, welcome back to my channel. This is me, Archana Joshi. Good morning all. Welcome back to the Pearl City of India. ഇന്നത്തെ നമ്മുടെ പ്ലാൻ നമുക്ക് ഹൈദരാബാദ് നിന്ന് സ്റ്റേ അടിക്കാം, ഫുൾ കറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. ടൈം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. നൈറ്റ് ഒരുപാട് ലേറ്റ് ആയത് കാരണം സ്റ്റേക്ക് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം നമ്മുടെ ഹൈദരാബാദ് ഡി ഓഫ് റോഡ് അഡ്മിനായിട്ടുള്ള സുഹേലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ തന്നെ ടെറസിൽ ഞങ്ങൾ ടെൻ്റ് അടിക്കായിരുന്നു കേട്ടോ. ഹൈദരാബാദിൻ്റെ ഐക്കോണിക് സിമ്പിളായിട്ടുള്ള ചാർമിനാറിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. സമയം ഉച്ചയായതുകൊണ്ട് തന്നെ ഹെവി ട്രാഫിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ മെട്രോ കയറിയിട്ടാണ് പോകാനുള്ള പ്ലാനിങ്. വണ്ടി അവിടെ സൈഡാക്കാമെന്ന്. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് വെറും ഒരു 10 മിനിറ്റ് മെട്രോയിലേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് വഴി അറിയാത്തതിനെ കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ മെട്രോയിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ ഏകദേശം ഒരു 400 കിലോമീറ്റർ കവർ ചെയ്ത കാരണം എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹൈദരാബാദ് എത്തുന്നത്. ഇത്ര വലിയ നഗരം ഒരു ദിവസം കൊണ്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു വെച്ചാൽ അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും ചാർമിനാറും അതിന് ചുറ്റുമുള്ള മാർക്കറ്റ്, പിന്നെ ഹൈദരാബാദി ബിരിയാണി, ഷഹദൂദ് മലായി, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഹൈദരാബാദിൻ്റെ ഐക്കോണിക് സ്റ്റാറ്റ്യൂ ആയിട്ടുള്ള ചാർമിനാറിൻ്റെ ചെറിയൊരു സ്റ്റാറ്റ്യൂ നമ്മുടെ മെട്രോയിൽ കാണാൻ സാധിക്കും കേട്ടോ. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ചാർമിനാർ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാവരും തന്നെ കാണാൻ പോകുന്നത്. ഗാന്ധി ഭവൻ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാട്ടോ പോയത്. ചാർമിനാറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. നിയർലി ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് നടക്കുകയാണ്. നല്ല ഹെവി ബ്ലോക്ക് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചാർമിനാർ പോയിട്ടുള്ളത്. നമ്മളെ ടെൻറ്റിൽ ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ എന്ത് വന്നാലും ഇനി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങിന് തിരികൊളുത്തിട്ടോ. ഫസ്റ്റ് ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി, മാഗി ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി. അപ്പം ഇനി മുതൽ ഞങ്ങൾ കുക്കിംഗ് ആയിരിക്കും എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ആദ്യത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതിനുള്ള സെലിബ്രേഷൻ ആയിരുന്നു. പിന്നീട് നൈറ്റും നാളെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുമായിട്ട് ഞങ്ങളെല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്ത് കിടന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.